ലോകമെമ്പാടും ഒരു ക്രിസ്മസ് സീസൺ ആഘോഷിക്കുകയാണ്. ക്രിസ്മസ് സീസണിന് വേണ്ടി ലോകമെങ്ങും ഒരുങ്ങുന്നു. പല വീടുകളുടെയും മുകളിൽ നക്ഷത്രവിളക്കുകൾ തൂക്കിക്കഴിഞ്ഞു. എന്നാൽ പലപ്പോഴും നമ്മൾ ഈ ക്രിസ്മസ് ആഘോഷങ്ങളുടെ നടുവിൽ എന്താണ് ക്രിസ്മസ് എന്നുള്ളത് യഥാർത്ഥത്തിൽ അറിയുന്നുണ്ടോ എന്നുള്ളത് ഒരു സങ്കടകരമായ യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് എൻ്റെ ഈ ലേഖനം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ എന്താണ് ക്രിസ്മസിൻ്റെ പ്രാധാന്യം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളൊക്കെ ഈ ലോകത്തിൽ ജനിച്ചത് യാദൃച്ഛികമായിട്ടാണ്. നമ്മൾ ഏത് കുടുംബത്തിൽ ജനിക്കുമെന്നോ നമ്മുടെ മാതാപിതാക്കന്മാർ ആരായിരിക്കുമെന്നോ ഒന്നും നമ്മൾ മുൻപ് കൂട്ടി തീരുമാനിച്ച കാര്യമല്ല, മറിച്ച് അങ്ങനെ സംഭവിച്ചതാണ്. പക്ഷേ അങ്ങനെ സംഭവിച്ചതല്ല എന്ന് ഞാൻ പറയും. കാരണം ദൈവത്തിൻ്റെ വലിയ പ്ലാനിലാണ് ഞാൻ എവിടെ ജനിക്കണമെന്ന് ദൈവം തീരുമാനിച്ചു. ദൈവമാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചത്. എൻ്റെ മാതാപിതാക്കളെ ദൈവമാണ് കൂട്ടിച്ചേർത്തത്. അവരുടെ മൂത്ത മകനായി ജനിക്കാനായിട്ട് ദൈവത്തിൻ്റെ വലിയ പദ്ധതിയാണ് എന്ന് ഞാൻ ഇന്ന് 76-ാമത്തെ വയസ്സിൽ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, നമ്മളാരും എവിടെ ജനിക്കണമെന്നുള്ളത് നമ്മൾ തിരഞ്ഞെടുത്തതല്ല, അതങ്ങനെ സംഭവിച്ചതാണ്. നമ്മുടെ മാതാപിതാക്കന്മാർ ആരായിരിക്കണമെന്നുള്ളത് നമ്മൾ തിരഞ്ഞെടുത്തല്ല. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, യേശുക്രിസ്തു ജനിക്കുന്നതിന് അനേക വർഷങ്ങൾക്ക് മുൻപ് തന്നെ യേശുക്രിസ്തുവിൻ്റെ ജനനം എപ്രകാരമായിരിക്കുമെന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായി ബൈബിളിൽ പ്രവചന പുസ്തകങ്ങളിലും ഉൽപ്പത്തി പുസ്തകത്തിലും നമുക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യത്തിൽ, മനുഷ്യൻ പാപം ചേതൻ തോട്ടത്തിൽ ദൈവം ആദാമിനെയും അവയും സൃഷ്ടിച്ചാക്കി, തിന്നരുതെന്ന് പറഞ്ഞ വൃക്ഷത്തിൻ്റെ ഫലം തിന്ന് അവർ പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ ദൈവം ഏദൻ തോട്ടത്തിൽ ഇറങ്ങി വരികയും പാമ്പിനെ അവരെ ചതിച്ച പഴയ പാമ്പായ പിശാചിനെ ശപിക്കുമ്പോൾ പിശാചിനോട് പറയുന്നതായിട്ടുള്ള ഒരു കാര്യമുണ്ട്, സ്ത്രീയുടെ സന്തതി നിൻ്റെ തല തകർക്കുമെന്ന്. അപ്പോൾ ദൈവം ആദാമിനെയും നമ്മുടെ പൂർവ്വപിതാവായ ആദാമിനെയും അവൻ്റെ ഭാര്യ അവയെയും സൃഷ്ടിച്ച ആ നാളിൽ തന്നെ, ആ സമയത്ത് തന്നെ ദൈവം വ്യക്തമായി മനുഷ്യവർഗത്തിന് നൽകിയ വാഗ്ദത്തമാണ്, പാപം മുഖാന്തരം നഷ്ടപ്പെട്ടു പോയ മനുഷ്യവർഗത്തെ വീണ്ടെടുപ്പാനായി തൻ്റെ പ്രിയപുത്രനായ യേശുക്രിസ്തുവിനെ സ്ത്രീയുടെ സന്തതിയായി ഈ ലോകത്തിലേക്ക് അയക്കുമെന്നുള്ളത് ദൈവം വ്യക്തമായി അവർക്ക് നൽകിയിരുന്നതായിട്ടുള്ള ഒരു പ്രവചനമാണ്. എന്നാൽ തുടർന്ന് നാം ചിന്തിക്കുമ്പോൾ, യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, യേശുക്രിസ്തു ജനിച്ചത് ദാവീദ് ഗോത്രത്തിലാണ്. ദാവീദിൻ്റെ സന്താന പരമ്പരയിലാണ് യേശുക്രിസ്തുവിൻ്റെ ലൗകിക പിതാവായിരുന്ന, അഥവാ കന്യകയായ മറിയയ്ക്ക് വിവാഹം നിശ്ചയിച്ചിരുന്ന ഈ ലോകപ്രകാരമുള്ള അവരുടെ ഭർത്താവായിരുന്ന യോസേഫ് ജനിച്ച് വളർത്തപ്പെട്ടത് ദാവീദ് ഗോത്രത്തിലാണ്. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായം 1-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു, ഇശായിയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടി പുറപ്പെടും. അപ്പോൾ ഇശായി എന്ന് പറയുന്നത് ദാവീദിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ദാവീദിനെ കുറിച്ചാണ് ഇശായി എന്നുള്ളത് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇശായിയുടെ മുളയിൽ നിന്ന് ഒരു കുറ്റി പുറപ്പെടുമെന്ന് പറയുമ്പോൾ ദാവീദ് ഗോത്രത്തിലാണ് യേശുക്രിസ്തു ജനിക്കുന്നതെന്ന്, യേശുക്രിസ്തു ജനിക്കുന്നതിന് ഏതാണ്ട് 680-നും 740 BC-ക്കും ഇടയ്ക്ക് ജീവിച്ചിരുന്ന യെശയ്യാപ്രവാചകൻ പ്രവചിച്ചതായിട്ട് ഇന്ന് നമുക്ക് രേഖപ്പെടുത്തി കിട്ടിയ യെശയ്യാപ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ വളരെ വ്യക്തമായി യേശുക്രിസ്തു ജനിക്കുന്നത് ഏതാണ്ട് 680-നും 740 എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഒരു 700 വർഷങ്ങൾക്ക് നമുക്കതൊരു ആവറേജായിട്ട് എടുക്കാം. 700 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ യെശയ്യാപ്രവാചകൻ പരിശുദ്ധാത്മാവിനാൽ നിയോഗിതനായി വിളിച്ചു പറഞ്ഞു, ദാവീദ് ഗോത്രത്തിലാണ് യേശുക്രിസ്തു ജനിക്കുന്നതെന്ന്. മൂന്നാമതായിട്ട് നാം കാണുന്ന വലിയൊരു പ്രത്യേകത, കന്യക മറിയാമിൽ നിന്നാണ് അവൻ ജനിക്കുന്നത് എന്നും ഇതേ യെശയ്യാപ്രവാചകൻ, ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന യെശയ്യാപ്രവാചകൻ തൻ്റെ പ്രവചന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ട് യെശയ്യാപ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം 14-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, ഇമ്മാനുവേൽ എന്ന് അവന് പേര് വിളിക്കപ്പെടും. അപ്പോൾ എന്നാൽ അതിൻ്റെ പൂർണ്ണ നിവൃത്തിയായിട്ട് മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം
16 വാക്യത്തിൽ നാം കാണുന്നു, യോസേഫിന് വിവാഹം നിശ്ചയിച്ചിരുന്ന കന്യകയായ മറിയയുടെ അടുക്കൽ ചെന്നിട്ട് ഗബ്രിയേൽ ദൂതൻ സദ്വർത്തമാനം പറയുകയാണ്, കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം, നിന്നിൽ നിന്ന് ഉത്ഭവിക്കുന്ന പ്രജ മനുഷ്യവർഗത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം ഒരുക്കിയ പദ്ധതിയാണെന്നുള്ള വലിയ വാഗ്ദത്തം വിശുദ്ധ കന്യമറിയാമിന് നൽകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം കന്യയിൽ നിന്ന് ഒരു കുഞ്ഞ് ജനിക്കുക എന്നുള്ളത് മാനുഷികമായി അസാധ്യമാണ്. അതിനെക്കുറിച്ച് തന്നെ ഒരു വലിയ ചിന്തകൻ പ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്, ക്രൈസ്റ്റ് എൻറ്റേർഡ് ഇൻ ടു ദിസ് വേൾഡ് ത്രൂ എ ഡോർ മാർക്ഡ് നോ എൻട്രൻസ്. ഇതുവഴി പ്രവേശനമില്ല എന്ന് ലോകപ്രകാരം വിധിക്കപ്പെട്ട ഒരു വാതിൽ കൂടെയാണ് യേശു ഈ ലോകത്തിലേക്ക് കടന്നത്. അദ്ദേഹത്തിൻ്റെ മരണത്തെക്കുറിച്ചും ആ ചിന്തകൻ പറയുന്നത്, ഹി ലെഫ്റ്റ് ദിസ് വേൾഡ് ത്രൂ അനദർ ഡോർ മാർക്ഡ് നോ എക്സിറ്റ്. ഇവിടെ നിന്നും ആരും ഇതുവരെയും പുറത്ത് കടന്നിട്ടില്ല എന്ന് എഴുതി വച്ചതായിട്ടുള്ള ഒരു വാതിൽ കൂടെയാണ് യേശു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ വലത്ത് ഭാഗത്തേക്ക് പോയതെന്ന് ആ ചരിത്രകാരൻ വളരെ അർത്ഥവത്തായി താൻ ഒരിക്കൽ പറഞ്ഞതായി ഞാൻ വായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനനം, ജീവിതം, മരണം എല്ലാം തന്നെ വ്യക്തമായി ബൈബിളിലെ പ്രവചനങ്ങളിൽ രേഖപ്പെടുത്തിയതിൻ്റെ നിവൃത്തിയായിട്ടാണ് സംഭവിച്ചതെന്ന് എല്ലാം വളരെ നമ്മൾ ശാന്തമായി പഠിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എല്ലാം ഈ സമയത്ത് എടുക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതേപോലെ തന്നെ യേശു കുഞ്ഞ് ജനിക്കുന്നത് ബേത്ലഹേമിലായിരിക്കുമെന്നുള്ളതും മീഖാ പ്രവചകൻ പ്രവചിച്ചിരുന്നു. ഏതാണ്ട് 710 735 BC ഇടയ്ക്ക് ജീവിച്ചിരുന്ന മീഖ എന്ന പ്രവാചകൻ, അദ്ദേഹം തൻ്റെ പ്രവചന പുസ്തകത്തിൽ 5-ാം അധ്യായം 2-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്, നീയോ ബേത്ലഹേം എഫ്രാത്തെ, നീ യഹൂദ സഹസ്രങ്ങൾ ചെറുതായിരുന്നാലും എൻ്റെ ജനത്തെ മേയിപ്പാനുള്ളവൻ നിന്നിൽ നിന്ന് പുറപ്പെട്ടു വരും. അപ്പോൾ വ്യക്തമായി യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജനിക്കുന്നത് ബേത്ലഹേം പട്ടണത്തിലാണെന്നുള്ളത് മീഖാ പ്രവചനത്തിൽ കൂടെ ദൈവം നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. എന്നാൽ ഇത് വാസ്തവത്തിൽ അസംഭവമായിട്ടുള്ളൊരു കാര്യമായിരുന്നു. കാരണം യോസേഫ്, യേശുവിൻ്റെ ലൗകിക പിതാവായിരുന്ന യോസേഫ് ജനിച്ച് വളർത്തപ്പെട്ടതൊക്കെ നസ്രത്തിലാണ്. എന്നാൽ ആ കാലത്ത് ഒരു സെൻസസ് എടുക്കണമെന്ന് അന്നത്തെ റോമൻ ചക്രവർത്തിയായിരുന്ന കൈസർ ഉത്തരവിട്ടു. ആ ഉത്തരവനുസരിച്ച് എല്ലാ ജനങ്ങളും അവരവരുടെ പിതൃഭവനത്തിൽ ചെന്ന് സെൻസസ് രേഖപ്പെടുത്തണം. അങ്ങനെ യോസേഫ് നിവൃത്തിയില്ലാതെ തൻ്റെ പൂർണ്ണ ഗർഭിണിയായ മറിയയും കൂട്ടി കഴുതപ്പുറത്ത് യെരുശലേമിലേക്ക് വരുന്ന വഴിക്കാണ് ബേത്ലഹേമിൽ വെച്ച് കന്യാമറിയാമിന് പ്രസവവേദന ഉണ്ടാകുകയും ഈ ലോകരക്ഷിതാവായ യേശു ക്രിസ്തുവിനെ അവിടെ വെച്ച് ജന്മം നൽകുകയും അതുവഴി മീഖാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരുന്ന പ്രവചനം അതുവഴി നിവൃത്തിയായി എന്നും നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് വ്യക്തമായി യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് വ്യക്തമായി ഏത് ഗോത്രത്തിലാണ് ജനിക്കുന്നത്, ഒരു വിധത്തിൽ പറഞ്ഞാൽ ഏത് കുടുംബത്തിലാണ് അവൻ ജനിക്കുന്നത്, അവൻ്റെ മാതാവ് എങ്ങനെയുള്ള ഒരു സ്ത്രീ ആയിരിക്കും, ഇതെല്ലാ കാര്യങ്ങളും വ്യക്തമായി പ്രവചന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരുന്നതിൻ്റെ നിവൃത്തിയായിട്ടാണ് വാസ്തവത്തിൽ യേശുക്രിസ്തുവിൻ്റെ ജനനം ഈ ലോകത്തിൽ നടക്കുന്നത്. മറ്റൊരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, യേശുക്രിസ്തുവിൻ്റെ ജനനം തന്നെ ചരിത്രത്തെ രണ്ടായിട്ട് വിഭാഗിച്ചുകൊണ്ടാണ്. AD എന്നും BC എന്നും ചരിത്രം തന്നെ രണ്ടായിട്ട് വിഭാഗിച്ചുകൊണ്ട് ഈ ലോകത്തിലേക്ക് കടന്നു വന്നവനാണ് കർത്താവായ യേശുക്രിസ്തു. അതുപോലെ തന്നെ വേറൊരു പ്രവചന നിവൃത്തിയാണ് യെശയ്യാ പുസ്തകം 40-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ തൻ്റെ പുത്രനായ ക്രിസ്തുവിൻ്റെ മുന്നോടിയായിട്ട് ഏലിയാ പ്രവാചകൻ്റെ ആത്മാവോടുകൂടി ഒരു വ്യക്തി ഒരു പ്രവാചകനെ ഈ ലോകത്തിലേക്ക് അയക്കുമെന്ന് ദൈവം പ്രവചന പുസ്തകത്തിൽ യെശയ്യാ പ്രവാചകനിൽ കൂടെ തന്നെ 40-ാം അധ്യായം 2-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ നിവൃത്തിയായിട്ടാണ് യോഹന്നാൻ സ്നാപകൻ, സക്കറിയാവിനും എലിസബത്തും മച്ചിയായിരുന്നവർ, വാർദ്ധക്യത്തിലും കുഞ്ഞുങ്ങളില്ലാതിരുന്നവർ, അവർക്ക് ദൈവം യോഹന്നാൻ സ്നാപകനെ നൽകി. ആ യോഹന്നാൻ സ്നാപകൻ യേശുക്രിസ്തുവിന് വഴിയൊരുക്കുന്നവനായി പ്രവചനത്തിന് നിവൃത്തിയായി ചരിത്രത്തിൽ വന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവർ, ഇതെല്ലാം കാണിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ യേശുക്രിസ്തുവിൻ്റെ ജനനം,
അവൻ്റെ ജീവിതം, അവൻ്റെ മരണം, അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്. മരണം, ജീവിതം, ഉയർത്തെഴുന്നേൽപ്പ് ഇതിനെക്കുറിച്ച് ഞാൻ വിശദമായി പോകാനായിട്ട് ഇതിൽ ആഗ്രഹിക്കുന്നില്ല. ഇതെല്ലാം വ്യക്തമായി കാണിക്കുന്നത്, വ്യക്തമായി പ്രവചനങ്ങളുടെ അടിസ്ഥാനത്തിൽ സംഭവിച്ചതൊന്നാണ്. ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇതൊരു മിത്തല്ല, ഒരു കെട്ടുകഥയല്ല, ഒരു നോവലിൻ്റെ കഥാപാത്രമല്ല യേശു ക്രിസ്തു. മറിച്ച് ലോകത്തിന് പാപം മുഖാന്തരം ദൈവതേജസ് നഷ്ടപ്പെട്ട് ദൈവസന്നിധിയിൽ നിന്ന് അകന്നുപോയ മനുഷ്യവർഗത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി ദൈവം തൻ്റെ ഓമനപുത്രനായ യേശു ക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് സ്ത്രീയുടെ സന്തതിയായി ജനിച്ച്, സ്ത്രീ 33 വർഷം ഈ ലോകത്തിൽ ജീവിച്ച് മനുഷ്യരുടെ പാപങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമായി തീർന്ന് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും നമുക്ക് വേണ്ടി ജീവിക്കുന്ന യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷമാണ് ബൈബിളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുകയാണ്. ഇനി ക്രിസ്തുമസിൻ്റെ സന്ദേശം എന്താണെന്നൂടെ വളരെ ചുരുങ്ങിയതായുള്ള വാക്കുകളിൽ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ജനന സമയത്ത് പല അത്ഭുതങ്ങൾ സംഭവിച്ചു. അതിലൊരത്ഭുതമാണ് ഒരു വിശേഷ നക്ഷത്രം. അന്നത്തെ വാനശാസ്ത്രജ്ഞന്മാർ ഒരു വിശേഷ നക്ഷത്രം കാണുകയും ആ നക്ഷത്രത്തെ ഫോളോ ചെയ്ത് അവർ യേശു കുഞ്ഞിനെ ബേത്ലഹേമിലെ പുൽത്തൊട്ടിയിൽ വന്ന് കാണുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിന് ഇടയാക്കിയ സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, ഇടയന്മാർ രാത്രിയിൽ കാവൽ കാത്തുകൊണ്ട് തങ്ങളുടെ ആടുകളെയും കാത്തുകൊണ്ട് കിടന്നുറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് കർത്താവിൻ്റെ ദൂതൻ അവരുടെ അരികെ നിന്നു. വലിയൊരു തേജസ് അവിടെ മിന്നിത്തിളങ്ങി. ഭയപരവശരായിരുത്തിയിരുന്ന ആട്ടിടയന്മാരോട് ദൈവദൂതന്മാർ പറയുകയാണ്, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ക്രിസ്തുമസിൻ്റെ ഒന്നാമത്തെ സന്ദേശം എന്ന് പറയുന്നത് ഭയപ്പെടേണ്ട. ബൈബിളിൽ ഉടനീളം നാം വായിക്കുമ്പോൾ ഏതാണ്ട് 365 പ്രാവശ്യമാണ് ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ഇന്ന് നമ്മൾ ജീവിക്കുന്ന ലോകത്തിലെ ഭയം നിറഞ്ഞൊരു ജീവിതമാണ്. അപ്പന് മക്കളെ ഭയമാണ്, മക്കൾക്ക് അപ്പനെ ഭയമാണ്, ഭർത്താവിന് ഭാര്യയെ ഭയമാണ്, ഭാര്യയ്ക്ക് ഭർത്താവിനെ ഭയമാണ്. എവിടെ തിരിഞ്ഞാലും ഭയകരമായ, എല്ലാവരും ഭയന്ന് കഴിയുന്ന ഒരു അന്തരീക്ഷത്തിൽ ഈ കാലഘട്ടത്തിൽ നമുക്ക് ദൈവം നൽകുന്ന ദൂതാണ് ഭയപ്പെടേണ്ട. കാരണം ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ യേശു ക്രിസ്തു, നമുക്ക് ദൈവത്തിൻ്റെ ഓമനപുത്രൻ നമുക്ക് വേണ്ടി ഈ ലോകത്തിൽ കടന്നു വന്നു. അവൻ പറയുക, ആ യേശു ക്രിസ്തു നമ്മളോട് പറയുകയാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ വലങ്കരങ്ങൾക്ക് പിടിച്ചിരിക്കുന്നു, എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടി എപ്പോഴും ഉണ്ട്. നീ വെള്ളത്തിൽ കൂടെ കടന്നാലും തീയിൽ കൂടെ കടന്നാലും അതിലെല്ലാം മധ്യത്തിൽ എൻ്റെ സാന്നിധ്യം നിന്നോട് കൂടെയുണ്ട്. അതുകൊണ്ട് നീ ഭയപ്പെടേണ്ട എന്നുള്ള വലിയ ഉറപ്പും ധൈര്യവുമാണ് ക്രിസ്തുമസ് നമുക്ക് നൽകുന്ന ഒന്നാമത്തെ സന്ദേശം. രണ്ടാമത് പറയുകയാണ്, സകല ലോകത്തിലും സകലർക്കുമുള്ളൊരു മഹാസന്തോഷം. സന്തോഷമുണ്ട്, മഹാസന്തോഷമുണ്ട്. ക്രിസ്തുമസിൻ്റെ സന്തോഷം എന്ന് പറയുന്നത് മഹാസന്തോഷം. എന്താണ് മഹാസന്തോഷം? കുപ്പി പൊട്ടിക്കുന്നതോ ധാരാളം മൃഗങ്ങളുടെ ഇറച്ചി ഭക്ഷിക്കുന്ന ഒന്നുമല്ല മഹാസന്തോഷം. മറിച്ച് ലോകരക്ഷിതാവായ ക്രിസ്തു എനിക്കും നിങ്ങൾക്കും വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നു. അവൻ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. ആ വലിയ സത്യം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആ യേശു ക്രിസ്തു നമ്മുടെ പാപത്തിന് വേണ്ടി മരിച്ചു എന്ന് വിശ്വസിച്ചുകൊണ്ട് യേശു ക്രിസ്തുവിനെ നമ്മുടെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് നമ്മെ തന്നെ അവൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുമ്പോൾ ആ യേശു നമ്മുടെ സകല പാപങ്ങൾ നമ്മളോട് ക്ഷമിച്ച് അവൻ്റെ പുത്രൻ്റെ രക്തത്താൽ നമ്മളെ കഴുകി, നമ്മളെ ശുദ്ധീകരിച്ച്, നമ്മളെ വെടിപ്പാക്കി അവൻ്റെ മക്കളും അവകാശികളുമാക്കി തീർക്കും. ഇങ്ങനൊരു വലിയ അവകാശത്തിലേക്ക്, രക്ഷയുടെ സന്തോഷത്തിലേക്ക്, നിത്യതയുടെ അവകാശികളായിത്തീരുന്ന വലിയ സന്തോഷത്തിൻ്റെ അനുഭവമായിരിക്കട്ടെ ഈ വർഷത്തെ നമ്മുടെ ക്രിസ്തുമസ് ആഘോഷം. അതുകൊണ്ട് ഈ വർഷം നമ്മൾ ക്രിസ്തുമസ് ആഘോഷിക്കുമ്പോൾ ഈ സത്യം മനസ്സിലാക്കിക്കൊണ്ട്, വാസ്തവമായ ക്രിസ്തുമസ് എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, ആ ക്രിസ്തുമസിൻ്റെ സന്ദേശം നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ക്രിസ്തുമസ് ആഘോഷിക്കാം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.